നമ്മുടെ വീട്ടിൽ പോട്ടിക്കറി വെക്കുക എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോട്ടി കട്ട് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ടും നല്ല മെനക്കെട്ട പണിയാണ്. കൊച്ചിക്കാർക്ക് ഒഴിവാക്കാനാകാത്തൊരു പ്രധാനപ്പെട്ട ഒരു കറിയാണ് കേട്ടോ ഇത്. എൻ്റെയും ഫേവറേറ്റ് ആണ്. അപ്പോൾ കുറേ നാളത്തേക്ക് ശേഷമാണ് വീട്ടിൽ പോട്ടിക്കറി വെക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു പോട്ടി റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് ഇന്ന് നോക്കാം. ഞാനിവിടെ ഉരുളിച്ചട്ടിയിലാണ് കേട്ടോ പോട്ടി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കാനായിട്ട് 2 വലിയ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഇനി 2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൗഡറുമാണ് ചേർക്കുന്നത്. ഈ മസാല എല്ലാം തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞങ്ങളുടെ ഇവിടെ പോട്ടി എന്നാണ് പറയുന്നത്, പോട്ടി റോസ്റ്റ് എന്നാണ് പറയുന്നത്. ചില നാടുകളിൽ ബോട്ടി റോസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കേ. അപ്പോൾ മസാല നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാനിത് ഉരുളിച്ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കുവാണ്. ഇനി നമുക്ക് റോസ്റ്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അവിടെ റെഡി ആയിക്കോട്ടെ. ഞങ്ങളുടെ നാട്ടിൽ, അതായത് കൊച്ചിയിൽ, കല്യാണത്തിൻ്റെ തലേ ദിവസമുള്ള ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് കേട്ടോ ബോട്ടിക്കറി. പക്ഷേ ഈ മെത്തേഡല്ല ചെയ്യുന്നത്. തേങ്ങ വറുത്തരച്ച ബോട്ടിക്കറിയാണ് കല്യാണ വീട്ടിൽ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കും. 2 സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വളരെ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി അതിലോട്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവാളയുടെ ആ ഒരു കളറ് മാറി ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് ഫ്രൈ ആയി പോകരുത്. എന്നാൽ ആ ഫ്രൈ ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതേ കാണാൻ പറ്റുന്നില്ലേ, ഏകദേശം ഇതേപോലെയാണ് കേട്ടോ നമുക്ക് വരേണ്ടത്. നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മസാലപ്പൊടികളുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ചേർത്ത് കൊടുക്കുവാണ്. ഇനി ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും. തട്ടുകടയിൽ കിട്ടുന്ന ബോട്ടി റോസ്റ്റ് അല്ലെങ്കിൽ ബോട്ടി വരട്ടിയതും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഈ ബോട്ടി റോസ്റ്റും പുട്ടും ഒരു നല്ല കോമ്പിനേഷനാണ്. നല്ലതെന്നല്ല, ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. മസാലയും കാര്യങ്ങളും റെഡി ആയതുകൊണ്ട് നമ്മൾ ഇനി വേവിച്ച് വെച്ച ബോട്ടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ ഈ ബോട്ടി കുക്കറിൽ ഇഞ്ചി, പച്ചമുളക്, വേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതെല്ലാം ചേർത്തിട്ട് ഒരു 45 മിനിറ്റാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ബോട്ടി അത്യാവശ്യം നന്നായിട്ട് വെന്താലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത്. ഇല്ലെങ്കിൽ റബ്ബർ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ബോട്ടിയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളം എല്ലാവരും നന്നായിട്ട് വറ്റും. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്കത് കാണാനായിട്ട് പറ്റും. മസാലയാണെന്നുണ്ടെങ്കിലും ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലിട്ട് 45 മിനിറ്റ് വേവിച്ചപ്പോഴത്തേക്കും നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി ഉപ്പ് കുറവായതുകൊണ്ട് ഉപ്പ് ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഓൾറെഡി കുക്ക് ചെയ്ത സമയത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വേപ്പിലയും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ വീണ്ടും ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളുടെ ബോട്ടി റോസ്റ്റ് അല്ലെങ്കിൽ ബോട്ടി വരട്ടിയത് നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചേർത്തത് കൊണ്ട് ആ ഒരു റോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഈ ബോട്ടി റോസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ പുട്ടും ബോട്ടിയും ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതും ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.